നമസ്കാരം. മോഹനവീണ എന്നൊരു വാദ്യമുണ്ട്. സിത്താറിൻ്റെയും വീണയുടെയും സരോദിൻ്റെയും ഭാവങ്ങൾ ഇഴചേർന്നത്. 20 തന്ത്രികളുള്ള അത്ഭുത വാദ്യമാണത്. കേരളത്തിലെ 20 മന്ത്രിമാർക്കിടയിൽ പിഴവിൻ്റെ തന്ത്രികൾ ഒന്നിനു പുറകെ ഒന്നായി പൊട്ടിച്ച് നാട്ടുകാരുടെ കൂവല് കേട്ടുറങ്ങാൻ വിധിക്കപ്പെട്ട ഒരു മന്ത്രിയുണ്ട്. അതാണ് അത്ഭുത വീണ. സിത്താറിൻ്റെയും വീണയുടെയും സരോദിൻ്റെയും ഭാവങ്ങൾ മോഹനവീണയിൽ ഇഴചേർന്നതുപോലെ പിണറായി വിജയൻ്റെയും വന്നുകയറിയ വിപ്ലവകാരിയുടെയും സഭയുടെ ആളെന്ന ഹുങ്കിൻ്റെയും ത്രിഗുണങ്ങളും ഒന്നുചേർന്നതാണ് ആരോഗ്യവീണ അഥവാ സിസ്റ്റം വീണ. ജീവിതത്തിൻ്റെ ഭൗതികോന്മാദം താവിടും തവ താടനമെന്ന പോലെ കമ്മ്യൂണിസത്തിൻ്റെ ഉന്മാദത്താൽ ഇവർ കാട്ടിക്കൂട്ടുന്നതെല്ലാം ആന മണ്ടത്തരങ്ങളിലും അധപ്പതനത്തിലും ചെന്നെത്തുന്ന കാഴ്ചയാണ്. ചുറ്റും മുഴങ്ങുന്ന മുദ്രാവാക്യങ്ങളും അധികാരത്തിൻ്റെ ഉൾമതവും ഭരണത്തിൻ്റെ സുഖവും കാരണം വല്ലാതെ അങ്ങ് പൊങ്ങിപ്പോയി ഈ മന്ത്രി. അധികാരത്തിൻ്റെ ഗർവുള്ള പെണ്ണുങ്ങൾ ആളെക്കൊല്ലികളായി മാറുന്ന മാർക്സിസ്റ്റ് ഗർവിൻ്റെ 4-ാം അധ്യായത്തിലെ ദുരന്ത നായകനെയാണ് നമ്മൾ ഡോക്ടർ ഹാരിസിൽ കണ്ടത്. ജനങ്ങൾ ഒന്നിച്ചു വളഞ്ഞ് ആ സത്യസന്ധനെ കവചം പോലെ കാത്തതുകൊണ്ട് മാത്രമാണ് കാലനും പോത്തിനും വെറുതെ തിരിച്ചു പോകേണ്ടി വന്നത്. ഹാരിസിനെ കള്ളനാക്കാനും ദയാവധം നൽകാനും പഠിച്ച പണി 18 നോക്കിയ സർക്കാരിനും ആവുന്ന പണി 56 നോക്കിയ ആരോഗ്യ വകുപ്പിനും ഇപ്പോൾ നാണം കെട്ട് തലയിൽ തുണിയിട്ട് പിന്മാറേണ്ടി വന്നു. ആരോഗ്യമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്നും ഒളിച്ചോടുകയാണ്. അനുനയത്തിൻ്റെ ഭാഗമായി ഡോക്ടറെ മന്ത്രിക്ക് നേരിൽ പോയി കാണേണ്ടി വന്നു. വിശാലഹൃദയനായ ഡോക്ടർ ഹാരിസ് മന്ത്രിക്ക് മാപ്പ് കൊടുത്തു. ആരോഗ്യമന്ത്രി എനിക്ക് വേണ്ടപ്പെട്ട ആളാണെന്നെങ്കിലും ഒന്ന് പറയൂ ഡോക്ടറെ, അല്ലെങ്കിൽ ഞാൻ നാണം കെട്ടുപോകും. അങ്ങനെ കാല് പിടിച്ച് പറയേണ്ടി വന്നു. പാവൻ ഡോക്ടർ അതുപോലെ പറഞ്ഞു. അത്രയും സമാധാനം. മന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നായി ഈ ഡോക്ടർ. ഈ മന്ത്രിക്ക് ധാരണയുണ്ടായിട്ട് വേണ്ടേ സാർ തെറ്റിദ്ധരിപ്പിക്കാൻ? ICUവിൽ രോഗിയെ പീഡിപ്പിച്ച ഒരുത്തനെ പിരിച്ചുവിടാൻ 2.5 വർഷമെടുത്തു ഈ സർക്കാർ. റിപ്പോർട്ടുകളെല്ലാം പഠിക്കാനുള്ള സമയമാണത്. റിട്ടയർമെൻറ്റിൻ്റെ തലേന്ന് വരെ അദ്ദേഹത്തെ സംരക്ഷിച്ചിരുത്തി. സാക്ഷി പറഞ്ഞ സീനിയർ നഴ്സിനെ സ്ഥലം മാറ്റി പീഡിപ്പിച്ചു. അവർക്ക് ഹൈക്കോടതിയുടെ സംരക്ഷണം വേണ്ടി വന്നു തിരിച്ചു വരാൻ. വയറ്റിൽ കത്രിക കുടുങ്ങിയ ഒരു സ്ത്രീ അനുഭവിക്കുന്ന യാതന ഇപ്പോഴും തുടരുകയാണ്. വീണ ചേർത്തു പിടിച്ചവരിൽ വിജയിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഡോക്ടർ ഹാരിസ് മാത്രമാണ്. പിണറായി വിജയൻ കൈപൊക്കിപ്പിടിച്ച് ദാ പരിശുദ്ധമായ എൻ്റെ കരങ്ങൾ കണ്ടോ എന്ന് പറയും പോലെയല്ല ഡോക്ടർ ഹാരിസിൻ്റെ കൈകൾ. അത് ശുദ്ധം തന്നെയായിരുന്നു. ഹാരിസ് ഇനിയുമാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ചതി ഒരു നിഴലായി കൂടെയുണ്ടാകും നിങ്ങൾക്ക് ചുറ്റും. ഈ വീണയും ഇവരുടെ സർക്കാരുമൊക്കെ ഏത് ലോകത്താണ് ജീവിച്ചു വരുന്നത്? കുറേ അന്തം കമ്മികളെ ആവേശം കൊള്ളിക്കാൻ എന്ത് വീരസ്യവും വിളമ്പും. അവർക്കൊരു നേരമെങ്കിലും കയ്യടിക്കാനുള്ള വകകൾ നിത്യവും കൊടുത്തില്ലെങ്കിൽ പട്ടിണിയാകും. അംഗൻവാടിയിലെ ശംഖുവിൻ്റെ കൊഞ്ചല് കേട്ട് ഈ മന്ത്രിയാണ് പിറ്റേന്ന് മുതൽ ബിർണാണി നൽകാൻ ഉത്തരവിട്ടത്. കുക്കറിൽ റേഷനരിയിട്ട് വേവിച്ചിട്ട് 2ാമത്തെ വിസിൽ മുഴങ്ങുമ്പോൾ കുൽജ സിംസിം എന്ന് പറഞ്ഞാൽ ബിരിയാണിയാകുമെന്നാണ് വീണ ജോർജ് കരുതിയത്. പിള്ളേര് ഫിഷ് മോളി വേണമെന്ന് പറഞ്ഞാൽ ഈ മന്ത്രി മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പറയും, നാളെ മുതൽ ഫിഷ് മോളി മാത്രമല്ല ഫിഷ് ബോബനും നൽകുമെന്ന്. ശിവൻകുട്ടിയുടെ മുട്ടയവിയൽ തിന്ന് പിള്ളേരങ്ങ് ചീർത്തു. ആലപ്പുഴയിലെ ശംഖു ബിർണാണിക്ക് കൊഞ്ചുന്നത് കേട്ട് വീണ മൈക്കിൻ്റെ മുമ്പിൽ നിന്നും സുംസും ബിരിയാണി എന്ന് പറഞ്ഞു. അതോടെ കമ്മികൾ എന്തൊരു കയ്യടിയായിരുന്നു. കൊഞ്ചിക്കുകയും പിന്നെ വഞ്ചിക്കുകയും ചെയ്യുന്നതാണ് ശിവൻകുട്ടി മുതൽ വീണ വരെയുള്ള മന്ത്രിമാരുടെ പണി. ആറന്മുള വള്ളസദ്യക്കാർ വിഭവങ്ങൾ പാടി ചോദിക്കും പോലെ അംഗൻവാടിയിലെ പിള്ളേർ ടീച്ചറോട് കരഞ്ഞു ചോദിച്ചാൽ മുമ്പിൽ വന്ന് നിരക്കുന്നതല്ല വീണേ ബിരിയാണി. പാലിനു വേണ്ടി മോഹിച്ചപ്പോൾ അരിമാവ് കലക്കിയ വെള്ളം അശ്വത്ഥാമാവിനെ കുടിപ്പിച്ച കഥ പുരാണത്തിൽ കേട്ടിട്ടുണ്ട്. റേഷനരി കുക്കറിലിട്ട് അടിച്ചു വിളമ്പിയാൽ കഞ്ഞിയാകും, ബിരിയാണിയാകില്ല. ഗ്രാമ്പൂ, കറുകപ്പട്ട, ബീൻസ്, ക്യാരറ്റ്, പിന്നെ പൊട്ടിക്കാൻ പപ്പടം, അച്ചാർ, ഇത്രയും കൂടി വേണം ബിരിയാണിയാകാൻ. സുഗന്ധദ്രവ്യങ്ങൾക്കൊക്കെ കാലണയെ കാരണഭൂതൻ്റെ ഭരണത്തിൽ വിലയുള്ളൂ. കുറുവടി കറക്കി ഓം ഹ്രീം നെയ് വരട്ടെ എന്ന് പറഞ്ഞാൽ അംഗൻവാടിയിൽ നെയ്ക്കുടങ്ങൾ വന്ന് ചരിയും. സ്കൂളുകളിലെ മെനു കണ്ടാൽ ആർക്കും വായിൽ വെള്ളമൂറും. മേടിച്ച സാധനങ്ങളുടെ ബില്ല് കണ്ടാൽ HMൻ്റെ കണ്ണ് നിറയും. ഇതാണ് അവസ്ഥ. ശിവൻകുട്ടിയാണെങ്കിൽ നടൻ കുഞ്ചാക്കോ ബോബനെ വരെ സ്കൂളുകളിലേക്ക് വിളിക്കുകയാണ് ബിരിയാണി തിന്നാൻ. ഹോട്ടലാണെന്ന് കരുതി ഇപ്പോൾ തന്നെ പലരും സ്കൂളുകളിലേക്ക് ഉച്ചയൂണ് സമയത്ത് കയറി ചെല്ലുന്നുണ്ട്. അത്രയ്ക്കൊണ്ട് വിഭവങ്ങളുടെ കൊതി പിടിപ്പിക്കുന്ന ഗന്ധം. ശിവൻകുട്ടിയുടെ വാക്കുകൾ കേട്ട്
സ്കൂളിലേക്ക് ബിരിയാണി കഴിക്കാൻ പോകുന്നതിലും ഭേദം നമ്മുടെ ജയിലുകളിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് ബോബൻ അറിയാം. സ്കൂളിൽ മുട്ടയവിയലിന് ഉത്തരവ് കൊടുത്ത ശിവൻകുട്ടി പുഴുങ്ങിയ മുട്ട വിഴുങ്ങാറുണ്ട്. അല്ലാതെ ഒരു മുട്ടയ്ക്ക് എത്ര രൂപയാണ് വില എന്ന് ഇദ്ദേഹത്തിന് അറിയാമോ? സഖാക്കൾക്ക് യാഥാർത്ഥ്യങ്ങൾ അറിയേണ്ടതില്ല, കിട്ടുന്ന കയ്യടിയാണ് മുഖ്യം. ന്യൂയോർക്കിലെ ബിരിയാണിയേക്കാൾ എന്തു നല്ല ബിരിയാണിയാണ് നമ്മുടെ നാട്ടിലെ അംഗൻവാടികളിലെന്ന് പിണറായി പറഞ്ഞാൽ അന്തങ്ങൾ കൈയടിച്ച് കൊണം വരും. ഈ മന്ത്രി വീണ ജോർജ് പറഞ്ഞ് എന്തെങ്കിലും കാര്യം നടന്ന ചരിത്രമുണ്ടോ ഈ നാട്ടിൽ 4 വർഷത്തിനിടയിൽ? കേന്ദ്ര സർക്കാരിനെയൊക്കെ വെല്ലുവിളിച്ചത് ഓർക്കുന്നു. സർക്കാർ ആശുപത്രികളെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നൊക്കെ പേരുമാറ്റാൻ സൗകര്യമില്ല എന്നറിയിച്ചിട്ടുണ്ട്. അന്തങ്ങൾ അപ്പോഴും കൈയടിച്ചു. പിറ്റേന്ന് മുതൽ പേരുമാറ്റം യാഥാർത്ഥ്യമായി. കോട്ടയത്തെ ആശുപത്രി കെട്ടിടത്തിൻ്റെ ഇടയിൽ ആരുമില്ല, അത് പൂട്ടിയിട്ട കെട്ടിടമായിരുന്നുവെന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞ് 2-ാം മണിക്കൂറിൽ കിട്ടിയത് ഒരു വീട്ടമ്മയുടെ മൃതദേഹം. ഇവർ മിണ്ടാതിരുന്നെങ്കിൽ അല്പം നേരത്തെ രക്ഷാപ്രവർത്തനം നടത്താമായിരുന്നു. ഡോക്ടർ ഹാരിസിനെ കള്ളനാക്കാനാവുന്നത്ര നോക്കി. ഒടുവിൽ അവിടെ ചെന്ന് മാപ്പ് പറയേണ്ടി വന്നു. ഡോക്ടർ വന്ദനയ്ക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ല എന്നാണ് അന്ന് പറഞ്ഞത്. അതുകൊണ്ടാണത്രേ ആ കുട്ടി കുത്തേറ്റ് മരിച്ചത്. സത്യത്തിൽ ഒന്നിലും വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത കഴിവുകെട്ട ഒരു മന്ത്രിയാണ് ഞാനെന്ന് അവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. നിയമസഭയിൽ പ്രസംഗിച്ച് പിണറായി വിജയനെ കപ്പിത്താനാക്കാനും പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കാനും ക്രിമിനൽ കേസിലെ പ്രതികളെ പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിക്കുമ്പോഴുള്ള ഉഷാറുമൊക്കെ കാണേണ്ടതാണ്. ക്യൂബയ്ക്കൊപ്പം അത്താഴം കഴിക്കാനുള്ള യാത്ര ഗംഭീരമായിരുന്നു. വിദേശയാത്ര തരപ്പെട്ടാൽ വിമാനത്താവളത്തിലേക്ക് പുലർകാലത്ത് തന്നെ പുറപ്പെടും. ഡോക്ടർ ഹാരിസ് എന്ന യൂറോളജി തലവൻ സർക്കാരിൻ്റെ മൂത്രം മുട്ടിച്ച് നൽകിയ ഈ സർജിക്കൽ സ്ട്രൈക്ക് അപാരമായിരുന്നു. ഈ ആരോഗ്യമന്ത്രിയുടെയും വിദഗ്ധന്മാരുടെയും വാക്കുകൾ വിശ്വസിച്ച് ചാനലുകളിൽ വന്നിരുന്ന ബോധം കെട്ട ചാവേറുകളുടെ അവസ്ഥയാണ് ഭീകരം. കുടിച്ച വെള്ളത്തിൽ ഈ സർക്കാരിനെയോ പിണറായി വിജയനെയോ മന്ത്രിമാരെയോ വിശ്വസിക്കരുത്. നേരം പുലർന്നു എന്ന് ഈ സർക്കാർ പറഞ്ഞാൽ കോഴി കൂവാതെ നമ്മൾ അത് വിശ്വസിക്കരുത്.